ഹായ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴുത്ത മാങ്ങ വെച്ചിട്ട് പെരുന്നാളിനും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ഫുള്ള് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് മധുരമുള്ള മാങ്ങ വേണം കേട്ടോ, എടുക്കാനും പുളി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കര ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഒരുപാട് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കേണ്ട കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം ശർക്കര ഇതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഞാനെന്താട്ടോ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചൗവരി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മാങ്ങ കുറച്ച് നേരം ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കുന്ന സമയത്ത് മാങ്ങയ്ക്ക് വെന്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരും. ആ ഒരു സമയത്ത് നമുക്കിത് ഇതുപോലെ തവയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കാം. നല്ല പേസ്റ്റാക്കി എടുക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ട് ഉടഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് കിടക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു മാങ്ങയുടെ മധുരത്തിന് അനുസരിച്ചിട്ട് ശർക്കര പാനിയുടെ അളവിലൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല, വളരെ കുറഞ്ഞ അളവിലല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറേയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൗവരി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചൗവരിയാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൗവരിയും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങ മാത്രമായിട്ടും ചെയ്യാം. കുറച്ച് കൂടുതൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങ മാത്രമായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ശർക്കര പാനിയൊക്കെ ഏകദേശം വറ്റി മാങ്ങയിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. മാങ്ങയും ചൗവരിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പാല മുഴുവനായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് എടുത്തിട്ടുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള പാലുണ്ടാവുമല്ലോ, രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ ആ 2 പാലും വറ്റിയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ആദ്യത്തെ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു പാലിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മളിത് വറ്റിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഇനി നമ്മൾ ആദ്യത്തെ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ആ ഒരു ലൂസിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും മതി വറ്റിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 പാൽ നല്ല കട്ടിയുള്ള പാലാണ് തേങ്ങയുടെ. അപ്പോൾ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
ഇപ്പോൾ പായസം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം, തിളക്കാൻ നിൽക്കരുത്. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഒരുപാട് ആവരുത് കേട്ടോ, നുള്ളി ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ ഏലക്കാപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാങ്ങയുടെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഒരു മാംഗോ പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ശർക്കര പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പോലെ ഏലക്കാപ്പൊടി, ചുക്കുപൊടി, നല്ല ജീരകപ്പൊടി അങ്ങനെ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.